നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ദുബായ് സുരക്ഷയുടെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ തന്നെയാണ്. അതിനാൽ തന്നെയാണ് ഒട്ടുമിക്ക പ്രവാസികളും തങ്ങളുടെ ഓരോ സംരംഭങ്ങളും തുടക്കം കുറിക്കുന്നത്. എന്നാൽ പറ്റിക്കപ്പെടുന്നവർ അനവധിയാണ്. അത്തരത്തിൽ ഇനി തട്ടിപ്പൊന്നും ഇനി നടക്കില്ല. അതിനായി പുതിയ മുന്നേറ്റവുമായിട്ടാണ് ദുബായ് അധികൃതർ രംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. ബഹുമുഖ തന്ത്രങ്ങളുമായി പൊതുജനങ്ങളുടെ പണം തട്ടുന്ന സംഘങ്ങൾക്കെതിരെ ഊർജിത നടപടിയാണ് എത്തിയിരിക്കുന്നത്. ഫോണിലൂടെ വ്യാജ വാഗ്ദാനങ്ങൾ നൽകി പണം തട്ടാൻ ശ്രമിക്കുന്നത് അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയത്. വഞ്ചിക്കപ്പെട്ടാൽ മറച്ചുവെക്കാതെ പരാതി നൽകണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് പരാതി നൽകാൻ ഒട്ടേറെ സംവിധാനങ്ങളുണ്ട്. ഇത് സംബന്ധിച്ച് ബോധവൽക്കരണത്തിനും തുടക്കം കുറിച്ചിട്ടുണ്ട്. ബാങ്ക് വിവരങ്ങൾ ചോർത്തി തട്ടിപ്പ് നടത്തിയ സംഘങ്ങളിലെ പലരെയും വിവിധ എമിറേറ്റുകളിൽ നിന്നും പിടികൂടിയിട്ടുണ്ട്. രാജ്യാന്തര ശൃംഖലയിലുള്ള തട്ടിപ്പുകാർ സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്ത് ബാങ്ക് പ്രതിനിധികളാണെന്ന് തെറ്റിദ്ധരിച്ചുമാണ് വലയൊരുക്കുന്നത്. ഇവർക്ക് ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡ് നമ്പരും പിൻ നമ്പരും മറ്റു വിശദാംശങ്ങളും ഒരു കാരണവശാലും കൈമാറരുതെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിക്ഷേപകർക്ക് സംരക്ഷണം ഒരുക്കാൻ സെൻട്രൽ ബാങ്ക് ഉൾപ്പെടെ മുൻകരുതലെടുത്തിട്ടുണ്ട്. സെൻട്രൽ ബാങ്കിലും സുപ്രീം ഓഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലും പരാതി നൽകാം. സെൻട്രൽ ബാങ്ക് സൈറ്റ് www.centralbank.ae/en/form/complaints. ഫോൺ നമ്പർ 0263599999. ദുബായിലാണ് തട്ടിപ്പ് നടന്നതെങ്കിൽ വെബ്സൈറ്റ് www.ecrime@ae. ഫോൺ നമ്പർ 901. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാം. അബുദാബി പോലീസിലാണെങ്കിൽ 800-3333. മെയിലാണെങ്കിൽ contactus@police.government.ae ഷാർജ. പോലീസിലേക്കാണെങ്കിൽ www.sharjahpolice.government.ae/eservicelist/mail contactus@adpolice.government.ae ഷാർജ. അല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലും പരാതി നൽകാം. ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡുകളെ കറൻസി പോലെ തന്നെ കരുതാമെന്നാണ് പോലീസ് നൽകുന്ന പ്രധാന ഉപദേശം. കാർഡുകൾ അലക്ഷ്യമായി എവിടെയെങ്കിലും വച്ചു പോകരുത്. യാത്രകളിൽ അത്യാവശ്യമുള്ള കാർഡുകൾ മാത്രം കരുതുന്നതാണ് സുരക്ഷിതം. ട്രാവൽ കാർഡുകൾ സുരക്ഷിതമാണ്. യാത്രകളിൽ ആവശ്യത്തിന് പണം നിക്ഷേപിച്ച് പേഴ്സ് പോലെ ഇത് ഉപയോഗിക്കാം. അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആരോടും വെളിപ്പെടുത്തരുത്. കാർഡ് നമ്പറുകൾ, കാലാവധി തരുന്ന തീയതി, ഉപഭോക്തൃ സേവന കേന്ദ്രങ്ങളുടെ നമ്പറുകൾ തുടങ്ങിയവ സുരക്ഷിതമായി സൂക്ഷിക്കണം. കാർഡുകൾ നഷ്ടപ്പെടുകയോ മോഷണം പോവുകയോ ചെയ്താൽ ഈ വിവരങ്ങൾ സഹിതം അധികൃതരെ അറിയിച്ചാൽ സൗകര്യമാകും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.